നമസ്കാരം. അപ്പോ ആസിഫ് അലിക്ക് വേണ്ടി ദുബായ് മറീനയിലൂടെ ഇനി ഒരു ബോട്ട് ഇങ്ങനെ ഒഴുകി നടക്കും. തീർച്ചയായിട്ടും രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുമായുള്ള ആ ഒരു വലിയ വിവാദം ഉണ്ടായിട്ടും ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടറുടെ മാന്യതയ്ക്കാണ് ഇത്രയും വലിയൊരു ആഡംബര ബോട്ടിന് ആസിഫ് അലിയുടെ പേര് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വലിയ വിവാദം ഉണ്ടായിട്ടും ആ ഒരു വേദിയിൽ പോലും ആസിഫ് അലിയുടെ മുഖത്തുണ്ടായ പുഞ്ചിരി ആ സമയം മുതൽ ഈ ഒരു സമയം വരെയും അതിനുശേഷം ഒത്തിരി തവണ മീഡിയകൾ മുൻപിൽ വന്നു നിറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു പുഞ്ചിരിയും പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടുള്ള ഒരു ബഹുമാനവും ഇതേവരെ അവസാനിച്ചിട്ടുള്ളത്. ഒരു വിവാദത്തിന് ശേഷം പലതവണ മീഡിയകൾ വന്ന് അദ്ദേഹത്തിന് മുൻപിൽ നിറഞ്ഞു നിന്നുവെങ്കിലും അദ്ദേഹം ഒരു പടി പോലും പുറകോട്ട് വയ്ക്കാതെ നല്ല രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. വലിയ വലിയ വിവാദമുണ്ടായിട്ടും മാന്യതയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നല്ല രീതിയിൽ മുൻപോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ദുബായിൽ മറീനയിലൂടെ സഞ്ചരിക്കുന്ന ആ വലിയൊരു ആഡംബര ബോട്ടിന് ഇദ്ദേഹത്തിന്റെ പേര് തന്നെ ഇട്ടത് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും മീഡിയകളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.